ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ശിവരാമന്റെ ഭാര്യ ഭാരതിയെ കാണാൻ പോയ കാര്യങ്ങൾ ഗംഗയോട് വിവരിക്കുകയാ കാവേരി. മുറ്റത്ത് ഓല വെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാരതിയുടെ അടുത്തേക്ക് ചെന്ന് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് കാവേരി ചോദിക്കുക. അമ്പരപ്പോടെ നിൽക്കുന്ന ഭാരതിയോടായി ചേച്ചിക്കെന്നെ മനസ്സിലായില്ലേ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. അരവിന്ദൻ സാറിന്റെ മകള് കാവേരിയല്ലേ എന്ന് ഭാരതി ചോദിക്കേ. എന്നെ ഇങ്ങനെ മനസ്സിലായി, ഞാൻ കുറെ നാളായിട്ട് പുറത്തായിരുന്നല്ലോ എന്ന് കാവേരിയും. ശരിക്കും പറഞ്ഞ അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പൊ രാമേട്ടൻ കാവേരിയുടെ കാര്യം പറഞ്ഞതേയുള്ളൂ, അതുകൊണ്ട് പഴയൊരു രൂപം വെച്ച് ഓർമ്മ വന്നതാണെന്ന് അവരും. അത് കേൾക്കെ സംശയത്തോടെ രാമേട്ടൻ ഇവിടെയുണ്ടോ എന്ന് കാവേരി ചോദിക്കുക. ഇവിടെ ഇരിക്കാൻ അങ്ങേർക്ക് എവിടുന്ന സമയം, ഇത് ഫോണിൽ പറഞ്ഞതാന്ന് ഭാരതി പറയേ. ഫോണിലോ എന്താ പറഞ്ഞെന്ന് കാവേരിയും. കുഞ്ഞിങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു എന്നവർ പറയേ സംശയത്തോടെ. പിന്നെ എന്ന് കാവേരിയും. പിന്നെ വേറൊന്നും പറഞ്ഞില്ല, എന്തോ പറയാൻ തുടങ്ങുന്നേരം ഫോൺ ചാർജ് തീർന്നങ്ങ് ഓഫായി എന്നവർ പറയേ. ഞാനിത് വഴി പോയപ്പോ ശിവരാമേട്ടനെ ഒന്ന് കാണാന്ന് വെച്ചു, ഫോൺ വിളിച്ചപ്പോ ആളിവിടെ ഇല്ല, പിന്നെ ഭാരതി ചേച്ചിയെ കാണാമെന്ന് വെച്ചു എന്നവൾ പറയേ. ഓ, എന്നെ എന്ത് കാണാനാ, പഴയതുപോലെയൊക്കെ തന്നെയുണ്ടെന്ന് ഭാരതിയും. അല്ല, തലചുറ്റലൊക്കെ കുറവുണ്ടോ എന്ന് കാവേരി ചോദിക്കേ. ആർക്ക് തലചുറ്റലേ എന്ന് ഭാരതിയും. ഭാരതി ചേച്ചി പണിക്ക് പോകുന്ന സ്ഥലത്ത് തലചുറ്റി വീണെന്നോ മറ്റോ ആരോ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മ എന്ന് കാവേരി പറയേ. അതെനിക്ക് വരുന്ന ജോലികൾ മുടക്കാനായിട്ട് ഓരോ ചെറ്റകൾ പറഞ്ഞുണ്ടാക്കുന്നതാ. കുഞ്ഞു ജോലി വല്ലതുമുണ്ടേൽ പറ, ഈ ഭാരതി നല്ല വെടിപ്പായിട്ട് ചെയ്തു തരാം എന്ന് ഭാരതി പറയേ. ഇപ്പോ ജോലിക്കൊന്നും വിളിക്കാൻ വന്നതല്ല ചേച്ചി എന്ന് കാവേരി പറയുന്നത് ഇഷ്ടമാവാതെ ഓ എന്ന് പറഞ്ഞവർ വീണ്ടും ഓല വെട്ടാനായി തുടങ്ങുകയാണ്. ശിവരാമൻ അന്ന് ഭാരതി തല ചുറ്റി വീണെന്നും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തണമെന്നും പറഞ്ഞ് നിവിന്റെയും തന്റെയും കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട കാര്യം അവൾ ഓർത്തെടുക്കുകയാണ്. അവൾ വീണ്ടും ഭാരതിയോടായി ശിവരാമേട്ടൻ എവിടെ പോയതാ ചേച്ചി എന്ന് ചോദിക്കേ. ആ, എനിക്കറിയില്ല എന്ന് ഭാരതിയും. ഞാൻ മുൻവാതിക്കൽ വന്നിരുന്ന് വിളിച്ചായിരുന്നു, ചേച്ചി കേട്ടിട്ടുണ്ടാവില്ലല്ലേ എന്നവൾ ചോദിക്കേ. ഞാൻ മനഃപൂർവ്വം തുറക്കാത്തതാ. ഹെൽത്തിന്നൊരു പെങ്കൊച്ച് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അവളുടെ സ്വരവും സ്വഭാവവും ഒക്കെ ഇതുപോലെ തന്നെയാ. ചിരട്ടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ, കൊതുകിനെ വളർത്തുന്നുണ്ടോ, കിണറ്റിലെ വെള്ളത്തിന് ശുചീകരണമുണ്ടോ, ഇതൊക്കെ ചോദിച്ച് വെറുതെ മെനക്കെടുത്തും. നമുക്കാണെങ്കിൽ 10 പൈസയുടെ ഗുണമുണ്ടോ, അതുമില്ല എന്നവർ പറയുന്നത് കേൾക്കെ കാവേരിയും തന്റെ ബാഗിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തു അവരുടെ നേരെ നീട്ടെ അതിലേക്ക് സന്തോഷത്തോടെ നോക്കി. ഇതെന്താ മോളെ എന്നവർ ചോദിക്കുന്നുണ്ട്. ശിവരാമേട്ടനെ കാണുമ്പോഴെല്ലാം അച്ഛൻ എന്തെങ്കിലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ അച്ഛനില്ലല്ലോ, എങ്കിലും ആ പതിവ് തെറ്റിക്കണ്ടെന്ന് കരുതി എന്ന് പറഞ്ഞവൾ ആ ക്യാഷ് നീട്ടെ അത് സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് മോള് വാ, നമുക്ക് അകത്തിരിക്കാം, ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് ഭാരതി വിളിക്കുകയാ. അയ്യോ വേണ്ട ചേച്ചി, സമയമില്ല, ഞാൻ ചില വിവരങ്ങൾ അന്വേഷിച്ച് നടക്കായിരുന്നു, ചിലപ്പോ ശിവരാമേട്ടൻ അറിയാൻ സാധ്യതയുള്ള കാര്യങ്ങളാ, വിവരം കൃത്യമാണെങ്കിൽ അതിന് എന്ത് വിലയും കൊടുക്കാം എന്നവൾ പറയേ. അതിനിപ്പോ മോളെ ശിവരാമേട്ടനെ അന്വേഷിച്ചു പോകണമെന്നൊന്നുമില്ല, എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് അവർ പറയുന്നുണ്ട്. അച്ഛൻ കുറിഞ്ഞിക്കാട്ടൊരു ഭൂമി വാങ്ങിച്ചിരുന്നു ചേച്ചി, അതിനെപ്പറ്റി ശിവരാമേട്ടനെ എന്തേലും അറിയായിരുന്നോ എന്നവൾ ചോദിക്കേ. അതെനിക്ക് അറിയില്ല മോളെ എന്ന് ഭാരതിയും. ജയപാലൻ ഈ അടുത്ത് അവിടെ തന്നെ കുറച്ച് ഭൂമി വാങ്ങി, അതിനെപ്പറ്റി എന്തേലും അറിയോന്ന് കാവേരി വീണ്ടും ചോദിക്കേ. ഇല്ലെന്നവരും. ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, ഈ വിവരം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. ശരിയെന്ന് പറഞ്ഞ് കാവേരി പോവാൻ തുടങ്ങുമ്പോഴേക്കും ഭാരതി വീണ്ടും മോളെന്ന് വിളിക്കണ കേട്ട് കാവേരി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാ. കുറിഞ്ഞിക്കാട്ട് ഭൂമിയുള്ള ഒരു വലിയ മുതലാളി എനിക്കറിയാം, രാമേട്ടന്റെ കൂടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, ആ സാറിന് ചിലപ്പോ മോൾ അന്വേഷിച്ച് നടക്കുന്ന വിവരങ്ങളൊക്കെ അറിയാമായിരിക്കും എന്നവർ പറയേ. പക്ഷേ ആളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും ചേച്ചി എന്ന് കാവേരിയും. നമ്പരൊന്നും എന്റെ കയ്യിലില്ല, പക്ഷേ വീടറിയാം എന്നവർ പറയേ. അതെവിടെയാന്ന് കാവേരിയും. അതങ്ങ് ടൗണില്ല, ആ വീടിന്റെ ഗേറ്റ് വരെ ഞാൻ പോയിട്ടുണ്ട്, അതും പലതവണ എന്ന് ഭാരതി പറയേ. പലതവണയോ, അതെന്താ ചേച്ചി എന്ന് സംശയത്തോടെ കാവേരിയും. അത് രാമേട്ടൻ എല്ലാ മാസവും ആ സാറിനെ കുറിച്ച് പണം കൊണ്ടുകൊടുക്കുമായിരുന്നു, ജയപാലൻ സാറ് കൊടുത്തുവിടുന്നതെന്നാ എന്നോട് പറഞ്ഞിരുന്നത്, കൂടുതലൊന്നും എനിക്കറിയില്ല, കൂടുതൽ ചോദിച്ചാലും രാമേട്ടൻ പറയത്തുമില്ല എന്നവർ പറയുന്നത് കേൾക്കെ സംശയത്തോടെ കാവേരിയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എല്ലാ മാസവും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പണം, അതും കുറിഞ്ഞിക്കാട്ടെ ഭൂമിയുടമയ്ക്ക് എന്ന് മനസ്സിലോർത്തവൾ എന്താ ചേച്ചി അയാളുടെ പേര് എന്ന് ചോദിക്കുന്നുണ്ട്. ശിവരാജൻ എന്ന് പറയുന്നത് കേൾക്കെ കാവേരിയും ആലോചനയോടെ നിൽപ്പാ. എല്ലാം കേട്ട് ഗംഗയും ശിവരാജൻ എന്ന ആൾക്ക് കുറിഞ്ഞിക്കാട്ട് ഭൂമിയുണ്ട്, ജയപാലന് അയാളുമായി അടുപ്പമുണ്ട്, ജയപാലൻ മാസാമാസം ശിവരാജന് ഒരു നിശ്ചിത തുക നൽകുന്നുണ്ട്, അത് ജയപാലന്റെ തൊഴിലാളി വഴിയാണ് നൽകുന്നത്. ഇത്രയും കാര്യങ്ങളിൽ നിനക്ക് ആവശ്യമുണ്ടാക്കിയ കണ്ടെത്തൽ എന്താ? ജയപാലൻ അയാളുടെ കയ്യിൽ നിന്നാണ് ഭൂമി വാങ്ങിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അതിനെ നമ്മുടെ അച്ഛനുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കും കാവേരി എന്ന് ഗംഗ ചോദിക്കേ. അച്ഛൻ വാങ്ങിച്ച തോട്ടം അന്ന് നമുക്ക് സർപ്രൈസ് ആയിരുന്നു, പക്ഷെ വർഷങ്ങളായി അച്ഛൻ നമുക്ക് തരാനിരുന്ന സർപ്രൈസ് ആയിരുന്നു അത്. അച്ഛൻ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നു. ആ തോട്ടവും അതിനു നടുവിൽ പണിയാനിരുന്ന വീടുമൊക്കെ വർഷങ്ങളായുള്ള അച്ഛന്റെ സ്വപ്നമായിരുന്നു എന്ന് ഗൾഫിൽ അച്ഛനൊപ്പം ജോലി ചെയ്തിരുന്ന നാരായണ അങ്കിൾ വന്നപ്പോ പറഞ്ഞതാ. അതിന്റെ പേരിൽ അവരിൽ ചിലരൊക്കെ അച്ഛനെ കളിയാക്കാറുണ്ടായിരുന്നു എന്നും പറഞ്ഞു എന്ന് കാവേരി പറയേ. അതും ഇപ്പൊ നമ്മൾ പറഞ്ഞ കണക്ഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോടി എന്ന് ഗംഗച്ചിയും ചോദിക്കുക. അത് തന്നെയാ ഗംഗച്ചി ഞാനും പറഞ്ഞു വരുന്നത്, അതായത് കുറിഞ്ഞിക്കാട് 5 ഏക്കർ തോട്ടം എന്ന് വെച്ചാ ഇന്നത്തെ വിലയ്ക്ക് നല്ല വില വരും.
അച്ഛനെ പോലെ ഒരു ഗൾഫ് ജോലിക്കാരൻ അത്രയും തുക കൊടുത്ത് ആ തോട്ടം എങ്ങനെ വാങ്ങും എന്ന് കാവേരി ചോദിക്കെ, കുറെ കാലം ജോലി ചെയ്ത പണം കൂട്ടിവെച്ചാലേ പറ്റൂ, അതല്ലെങ്കിൽ മാസം മാസം കുറശിയായിട്ട് അടയ്ക്കണം എന്ന് ഗംഗ പറയേ. അതായത് ഇൻസ്റ്റാൾമെന്റ് അല്ലേ? അച്ഛൻ എങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയി മാസം മാസം പണം അടയ്ക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതാരുടെ പേരിലായിരുന്നിരിക്കും എന്ന് കാവേരി ചോദിക്കെ. ജയപാലിന്റെ പേരില് എന്ന് ഗംഗയും. അച്ഛൻ അയക്കുന്ന പണം ടൗണിലുള്ള ഭൂമിയുടെ ഉടമയെ ഏൽപ്പിക്കാൻ ജയപാലൻ ആരെയായിരിക്കും ഏൽപ്പിച്ചിരിക്കുക എന്ന് കാവേരി ചോദിക്കെ. അത് പിന്നെ ശിവരാമേട്ടനെയല്ലേ? അച്ഛൻ തോട്ടത്തിന് വേണ്ടി ഗൾഫിൽ നിന്ന് അയക്കുന്ന പണം ജയപാലൻ തന്റെ പേരിലാക്കുമായിരുന്നു എന്നാണോ നീ പറഞ്ഞുകൊണ്ട് വരുന്നേ എന്ന് ഗംഗേച്ചി ചോദിക്കെ. 99% സത്യമാവാൻ സാധ്യതയുള്ള ഒരു സംശയം. അത് മാത്രമല്ല, തോട്ടം എന്ന പേരിൽ ജയപാലിന് മാസം മാസം തുക എത്രയാ അച്ഛൻ ഡയറിയിൽ എഴുതിയിട്ടിരിക്കുന്നതെന്ന് ഞാൻ ഗംഗേച്ചിക്ക് കാണിച്ചു തന്നതല്ലേ എന്ന് കാവേരി പറയുന്നത് കേൾക്കെ. അപ്പോൾ ചില്ലറയൊന്നുമല്ല നമ്മുടെ അച്ഛനെ അയാള് എന്ന് ഗംഗയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ചതിയാ ഗംഗേച്ചി, പലിശ അടക്കം നമ്മള് മക്കള് ജയപാലിന് തിരിച്ചു കൊടുക്കണം. അതിനിക്കാര്യം ആദ്യം സ്ഥിരീകരിക്കണം എന്ന് കാവേരി പറയേ. അതെങ്ങനെയാ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. അതന്വേഷിക്കാൻ ഈ പറഞ്ഞ ശിവരാജന്റെ വീട്ടിലേക്ക് ഞാനും നിവിനും പോവുക എന്ന് കാവേരി പറയേ. ശരി മോളെ, എന്തെങ്കിലും തുമ്പോ തുരുമ്പോ കിട്ടിയാ പൊളിച്ചടുക്കണം. നമുക്ക് ആ ജയപാലിനെ നമുക്ക് അർഹതപ്പെട്ടത് വീണ്ടെടുക്കുകയും വേണം. അച്ഛന്റെ വിയർപ്പാ അത് എന്ന് ഗംഗ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ വിടൂ ഗംഗേച്ചി, കുത്തിന് പിടിച്ച അയാളെ കണക്ക് ഞാൻ പറയിപ്പിക്കും. ഗംഗേച്ചിക്ക് എന്താ ഇന്ന് പരിപാടി എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ചിലപ്പോ വിനീതേട്ടൻ ഉണർന്നു കാണും, ഞാൻ ചായ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞവൾ വിനീതിനെ ചായയുമായി പോവുകയാ. വിനീത് അവിടെ ബെഡിൽ മൊബൈൽ നോക്കി ടെൻഷനോടെ ഇരിപ്പായിരുന്നു. അങ്ങോട്ട് ചെല്ലുന്ന ഗംഗയും എഴുന്നേറ്റിരിക്കുന്ന വിനീതേട്ടനെ കണ്ട്, വിനീതേട്ടൻ എഴുന്നേറ്റോ ദാ എന്ന് പറഞ്ഞ് ചായ നീട്ടെ അങ്ങോട്ട് വെച്ചോ എന്ന് വിനീതും. അവൾ ആ ചായ അങ്ങോട്ട് വെച്ച് വിനീതിന്റെ അരികിലേക്ക് ഇരുന്ന്, വിനീതേട്ടാ ഒരു സംഭവം ഉണ്ടായി. ജയപാലൻ ഈയിടെ കുറിഞ്ഞിക്കാട്ട് 5 ഏക്കർ ഭൂമി വാങ്ങിച്ചിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുന്നേ കുറിഞ്ഞിക്കാട്ട് 5 ഏക്കർ ഭൂമി വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതേ ഭൂമി തന്നെയാണോ ഇതെന്നൊരു സംശയം. കാവേരി പറഞ്ഞതാ ഇത്. സംശയം തീർക്കാനായിട്ട് അവൾ ജയപാലൻ വാങ്ങിച്ച ഭൂമിയുടെ പഴയ ഉടമയെ തേടി പോവുക. വിനീതേട്ടൻ എന്തു തോന്നുന്നു എന്നവൾ ചോദിക്കേ. അല്ല, അത് അമ്മ തന്നെയാണോ? നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിയേ എന്റെ ഫോണിൽ ഒരു കോൾ വന്നു ഗംഗെ എന്ന് പറഞ്ഞ് മൊബൈൽ കാണിച്ച് ഇതേ നമ്പർ കണ്ടോ, ഞാൻ അമ്മ അന്ന് സേവ് ചെയ്തിട്ടുണ്ട്. കേട്ടതും അമ്മയുടെ ശബ്ദം തന്നെയാ. കാളിദാസ് അളിയൻ ആഴെയോ കൊല്ലാൻ പോകുന്നെന്നോ എന്തോ പിച്ചും പെയ്യും പോലെ എന്തൊക്കെയോ പറഞ്ഞു. ചിലപ്പോ ഉറക്കത്തിൽ സംസാരിച്ചതായിരിക്കും, വ്യക്തമായില്ല. അധിക നേരം എടുക്കാതെ കട്ടാവുകയും ചെയ്തു. ഞാൻ വീണ്ടും വിളിച്ചു നോക്കിയപ്പോ സ്വിച്ച് ഓഫ്. അമ്മ ബോധത്തോടെ വിളിക്കാൻ ഒരു സാധ്യതയുമില്ല. ചിലപ്പോ കൈതട്ടി കോൾ വന്നതോ മറ്റോ ആകാം. അബദ്ധത്തിലാണെങ്കിലും കൈതട്ടി കോൾ വന്നത് കണ്ട് തിരിച്ചു വിളിക്കണമെന്ന് കരുതി സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും എന്ന് പറഞ്ഞൊരു ചിരിയോടെ എന്റെ 16 അടിയന്തരം നടത്താൻ ഒരുങ്ങിയിരിക്കുന്ന ആളല്ലേ ഗംഗയ്ക്കെന്ന് തോന്നുന്നു എന്നവൻ ചോദിക്കേ. എനിക്ക് തോന്നുന്നത് പറഞ്ഞോട്ടെ വിനീതേട്ടാ. വിനീതേട്ടൻ ഇപ്പോഴും അമ്മയുടെ അടുത്തു നിന്ന് പോന്നിട്ടില്ല. അവിടെ സങ്കീർത്തനത്തിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുക എന്നവൾ പറയേ. എന്താ ഗംഗ ഈ പറയുന്നത്? ഇവിടെ ഞാൻ ഇരിക്കുകയല്ലേ ഗംഗയുടെ അടുത്ത് എന്നവൻ ചോദിക്കേ. ശരീരത്തിന്റെ അല്ല മനസ്സിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നേരം, അല്ല ഗംഗ ഏതോ ഭൂമിയുടെ കാര്യം പറഞ്ഞല്ലോ, എന്താ അത് എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി കൂടിയാ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്ന് പറഞ്ഞവൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. വിനീതും ആലോചനയോടെ അവിടെ തന്നെ ഇരിപ്പാ. അവിടെ രഘുനാഥിന്റെ വീട്ടിലെത്തിയ ശിവരാജനെ തടഞ്ഞു നിർത്തി സെക്യൂരിറ്റി രഘുനാഥിനെ കോൾ ചെയ്യുകയാ. ഓക്കെ സാർ, വരാൻ പറയാം എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി കോൾ വെക്കേ. ഇത് തന്നെ അല്ലേടോ താനോട് ഞാൻ മുമ്പേ പറഞ്ഞത്, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത് എന്ന് ശിവരാജനും ദേഷ്യപ്പെടുന്നുണ്ട്. സോറി സാർ, എന്നോട് അക്കാര്യം പറഞ്ഞിരുന്നില്ല. ഈ പരിസരത്ത് കണ്ട അടിച്ചോടിക്കാനാ എന്നോട് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുക്കേ. ശിവരാജനും അകത്തേക്ക് കയറുകയാണ്. ശിവരാജൻ വീട്ടിലേക്ക് നടന്നു വരുന്നത് ബാൽക്കണിയിൽ നിന്ന് ദേഷ്യത്തോടെ നരേനും നോക്കി കാണുന്നുണ്ട്. ശിവരാജൻ വീട്ടിലേക്ക് നടന്നു വരുന്നത് കണ്ട് ഫിനാൻസ് ഹെഡായിരുന്ന മേഘനാഥനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കും. ഹാളിൽ തന്നെ നിൽക്കായിരുന്ന ഗായത്രിയെയും അമ്മയെയും ടെൻഷനോടെ ശിവരാജൻ നോക്കി നിൽക്കുമ്പോഴേക്കും ശിവരാജ വരണം എന്ന് രഘുനാഥ് വിളിക്കുന്നുണ്ട്. ശിവരാജനും സങ്കടം അഭിനയിച്ച് കരച്ചിലോടെ രഘുനാഥിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, അയ്യോ അച്ഛ, എന്റെ പൊന്നച്ഛ, അയ്യോ എന്നോട് ക്ഷമിക്കണം അച്ഛ, ഒരു അബദ്ധം പറ്റിപ്പോയച്ച, ഇനി മേലാൽ ആവർത്തിക്കില്ല. അയ്യോ എന്റെ അച്ഛനൊന്നും പറ്റില്ലല്ലോ ദൈവമേ, ക്ഷമിക്കച്ച എന്ന് പറഞ്ഞ് കൈക്കുപ്പി പൊട്ടിക്കരഞ്ഞ് തകർത്ത് അഭിനയിക്കുക ശിവരാജൻ. രഘുനാഥ് അവനെ മൈൻഡ് ചെയ്യാതെ ഒരേ ദിശയിലേക്ക് തന്നെ നോക്കിയിരിപ്പാ. ശിവരാജനും കരച്ചു നിർത്തി ഗായത്രിയൊന്ന് നോക്കി അവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും കഴിഞ്ഞോ എന്ന് രഘുനാഥൻ ചോദിക്കുക. അല്ല എന്താ അച്ഛാ എന്ന് ശിവരാജൻ ചോദിക്കേ. അല്ല പ്രകടനം കഴിഞ്ഞെങ്കിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാമായിരുന്നു എന്ന് രഘുനാഥ്. അല്ല അച്ഛാ, എനിക്ക് പറ്റിപ്പോയതാ അച്ഛാ എന്ന് ശിവരാജൻ പറയേ. പറ്റിപ്പോയതിനെ കുറിച്ചല്ല, ഇനി പറ്റാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാ വിളിച്ചത് എന്ന് രഘുനാഥും. കഴിഞ്ഞതൊക്കെ എനിക്ക് പൊറുക്കാൻ പറ്റും, പക്ഷേ മറക്കാൻ സാധിക്കില്ല. എങ്കിലും ശിവൻ ഇവിടെ പഴയതുപോലെ തന്നെ തുടരാം. കമ്പനിയിലെ പദവിയിലോ അധികാരത്തിലോ ഒന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ഇവിടെയും എന്ന് മുത്തശ്ശൻ പറയുമ്പോഴേക്കും നരേനും സ്റ്റെയർ കേസ് ഇറങ്ങി വന്ന് ശിവരാജനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽപ്പാ. രഘുനാഥ് വീണ്ടും പറയുന്നുണ്ട്, ശിവന് സ്വതന്ത്രമായി പെരുമാറാം, ആരും തടയില്ല കമ്പനിയിലും. പക്ഷേ 2 ഉപാധികളുണ്ട്. പണം സംബന്ധിച്ച ബില്ലുകളെല്ലാം പാസ്സാക്കുന്നത് മേഘനാഥൻ അപ്രൂവ് ചെയ്തതിനു ശേഷമായിരിക്കും. അതിനി നിന്റെ കാറിന് പെട്രോൾ അടിക്കുന്നതായാലും
ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചുള്ള നിന്റെ പേരിലുള്ള പവർ ഓഫ് അറ്റോർണി ഞാൻ പിൻവലിക്കുകയാണ് എന്ന് രഘുനാഥ് പറയേ. അല്ല അച്ഛാ, മേഘൻ മുമ്പ് നമ്മുടെ ഫിനാൻസ് ഹെഡ് ആയിരുന്നല്ലോ എന്ന് ശിവരാജനും ചോദിക്കുന്നുണ്ട്. ഇത്തവണ വ്യത്യാസമുണ്ട്. മേഘൻ എനിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യും എന്ന് രഘുനാഥും. അപ്പോ ഞാനൊരു ക്യാഷറുടെ കീഴിൽ ജോലി ചെയ്യണമെന്നാണോ അച്ഛൻ പറയുന്നത് എന്ന് ശിവരാജനും ചോദിക്കുക. നീ മുമ്പ് ആരായിരുന്നു എന്ന് മറക്കണ്ട. അത്ര പോലും മോടിയുള്ള തസ്തികയായിരുന്നില്ല നിന്റേത് എന്നച്ഛൻ ഓർമ്മിപ്പിക്കേ. അച്ഛാ, എന്താണ് രണ്ടാമത്തെ ഉപാധി എന്ന് ശിവരാജൻ ചോദിക്കുന്നുണ്ട്. അത് കുറിഞ്ഞിക്കാട്ടെ ഭൂമി ഇടപാടുമായി സംബന്ധിച്ചുള്ളതാണ്. അരവിന്ദൻ എന്ന് പറയുന്ന ആളുടെ മക്കൾക്ക് ഭൂമി വിറ്റത് നമ്മളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അവരിന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടുപടിക്കലെത്തും എന്ന് രഘുനാഥ് പറയുന്നത് കേൾക്കെ. അല്ല, ഇതൊക്കെ അച്ഛൻ എങ്ങനെ എന്ന് ശിവരാജനും. ഞാൻ കാണിച്ചു തന്നതിനു ശേഷമേ നീ കുറിഞ്ഞിക്കാട്ട് കണ്ടിട്ടുള്ളൂ. അത് മറക്കണ്ട. ആ ഇടപാടിനെ പറ്റി എവിടെയെങ്കിലും എന്തെങ്കിലും പറയേണ്ടി വന്നാൽ അത് നീ ആയിരിക്കില്ല, മേഘനാഥനായിരിക്കും ചെയ്യുക എന്നച്ഛൻ പറയേ. അല്ലച്ച, മേഘൻ എങ്ങനെ എന്ന് ശിവരാജൻ. പണം ഇടപാടുകൾ നടന്നപ്പോഴെല്ലാം മേഘനാഥൻ ഉണ്ടായിരുന്നല്ലോ. തുക എപ്പോഴൊക്കെ ഏതൊക്കെ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആയെന്ന് നിന്നേക്കാൾ നന്നായി മേഘൻ അറിയാം. ഈ രണ്ടു ഉപാധികളും പൂർണ്ണ സമ്മതമാണെങ്കിൽ അകത്തേക്ക് പോവാം, അല്ലെങ്കിൽ വന്നതുപോലെ പുറത്തേക്ക് എന്നച്ഛൻ തീർത്തു പറയേ. ശിവരാജൻ ഗായത്രിയെയും നരേനെയും ഒന്ന് നോക്കി മുകളിലേക്ക് കയറി പോവുകയാ. രഘുനാഥും സോഫയിലേക്ക് തലചായ്ച്ച് കണ്ണടച്ചു കിടക്കുമ്പോഴാണ് മുത്തശ്ശ എന്നൊരു വിളി കേൾക്കുന്നത്. മുത്തശ്ശൻ കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും നരേനും ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഉപ്പു തിന്നവരെ വെള്ളം കുടിക്കണമെന്ന മുത്തശ്ശൻ എപ്പോഴും പറയാറുള്ളത്. സ്വന്തവും ബന്ധം വന്നപ്പോ അത് മറന്നൊന്നൊരു സംശയം എന്ന് നരേൻ പറയേ. ശിവന്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത് എന്ന് രഘുനാഥും ചോദിക്കുക. ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ഇരയ്ക്ക് നീതി കിട്ടുകയാണ് പ്രധാനമെന്ന്. കുറ്റവാളിയെ ജയിലിൽ അടയ്ക്കുന്നത് മാത്രമാണോ ഇരയ്ക്ക് കിട്ടുന്ന നീതി? അവരുടെ മുന്നോട്ടുള്ള ക്ഷേമം, ജീവിതം, സന്തോഷം ഇതൊക്കെ കണക്കിലെടുക്കണ്ടേ? അതല്ലേ സമ്പൂർണമായ നീതി എന്ന് പറയുന്നത്. അരവിന്ദന്റെ കുടുംബത്തിന് നീതി കിട്ടണമെങ്കിൽ നിന്റെ ഇളയച്ചൻ പുറത്തു പോകണം, അല്ലെങ്കിൽ അവൻ ഇനിയും വ്യാജരേഖകൾ ചമയ്ക്കും. അരവിന്ദന്റെ കുടുംബത്തെ ചതിച്ചയാളെ രക്ഷിക്കാൻ ശ്രമിക്കും. ആ ഭൂമി എന്നേക്കുമായി അരവിന്ദന്റെ കുടുംബത്തിന് കൈവിട്ടു പോകും. സംഭവിച്ചത് എന്താണെന്ന് മേഘൻ പറയട്ടെ. പണം ഇടപാടുകൾക്കെല്ലാം മേഘൻ സാക്ഷിയാണ്. ശിവരാജൻ ചിത്രത്തിൽ വേണമെന്നില്ല ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ. ആ കുടുംബത്തെ ചതിയിൽ വീഴ്ത്തിയ സമർത്ഥനായ ഒരു ചെന്നായുണ്ട്. കൂടെ നിന്ന് കുതികാൽ വെട്ടിയവന്റെ മുഖം ആദ്യം വെളിയിൽ വരട്ടെ എന്ന് മുത്തശ്ശൻ പറയേ. എന്താ അയാളുടെ പേര് എന്ന് നരേൻ ചോദിക്കുക. ഒരു ജയപാലൻ എന്ന് മേഘനാഥനും പറയുന്നുണ്ട്. ജയപാലൻ എന്ന് പറഞ്ഞ് ആ പേര് മനസ്സിലുറപ്പിച്ച് മേഘ, ആ ചതിയുടെ കഥ അറിയാനൊരു കൗതുകമുണ്ട്, അറിയാവുന്നത് കേട്ടാ കൊള്ളാം എന്ന് നരേൻ പറയേ. ജയപാലൻ അയാളാണ് എല്ലാത്തിന്റെയും സൂത്രധാരൻ എന്ന് വേണം കരുതാൻ എന്ന് മേഘനാഥനും പറയുന്നുണ്ട്. അവിടെ ജയപാലനെ വിളിക്കുകയാണ് ശിവരാജൻ. അങ്ങനെ എല്ലാം കൂടി ജയപാലിന്റെ ദേഹത്ത് വെച്ച് കെട്ടിയിട്ടേ ഒഴിഞ്ഞു കളയല്ലേ ശിവരാജ. ഈ ഇടപാടിന്റെ ഭാഗമായി എത്ര ലക്ഷമാ താൻ പറ്റിയതെന്ന് ഓർമ്മയുണ്ടോ? പിന്നെ കൈ നനയാതെ മീൻ പിടിക്കാന്നാണോ താൻ കരുതിയേ എന്ന് ജയപാലൻ ചോദിക്കേ. എടോ, എന്റെ സിറ്റുവേഷൻ കൂടി താനൊന്ന് മനസ്സിലാക്കുന്ന ശിവരാജനും. നന്നായി, രണ്ടുപേരും ഒന്നിച്ച് ഒരു തോണി തുഴഞ്ഞു. തോണി മുങ്ങിയപ്പോ ഒരുത്തൻ നീന്തി അങ്ങ് കരപറ്റി. ഒരു കൈ സഹായത്തിനായി മറ്റവൻ കൈനീട്ടിയപ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കുക. എന്നിട്ട് പറയുക എന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു എന്ന് ജയപാലൻ പറയേ. എടോ, ഒരു അന്വേഷണം വന്നാ താൻ പെടും. അതിന്റെ കൂടെ ഒരാളെ കൂടി കൂട്ടണമെന്ന് നിർബന്ധം എന്താ എന്ന് ശിവരാജൻ ചോദിക്കേ. അങ്ങനെ ജയപാലൻ പെടാതിരിക്കാൻ വേണ്ടിയാന്നോ നിന്റെ ഉണ്ണാക്കിലോട്ട് ലക്ഷങ്ങൾ അങ്ങ് തള്ളി തന്നത്? സംഭവിച്ച കാര്യങ്ങൾ താൻ പുറത്തുവിടുന്നില്ലെങ്കിൽ എന്താ അതിന് തെളിവ് എന്ന് ജയപാലൻ ചോദിക്കുന്നുണ്ട്. എടോ, താൻ എനിക്ക് തന്ന പണം വേണമെങ്കിൽ ഞാൻ അങ്ങ് തിരിച്ചു തന്നേക്കാം. തീർന്നില്ലേ പ്രശ്നമെന്ന് ശിവരാജനും ചോദിക്കുക. അത് കേൾക്കെ ദേഷ്യത്തോടെ ജയപാലനും. ദേണ്ടേ, ഒരുമാതിരി എന്റെ അടുത്ത് മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ജയപാലൻ ആരാന്ന് നിനക്കറിയാലോ. ഡാ, ഞാൻ ഇടിച്ചു കയറിങ്ങ് വരും കേട്ടോ. എന്നിട്ടുണ്ടല്ലോ തന്റെ തല വെട്ടിയെടുത്തിട്ടെ തോട്ടത്തിന്റെ നടുവിൽ കുത്തിവെച്ചിട്ടെ ഭൂമി പൂജ ചെയ്യും ഞാൻ എന്ന് ജയപാലൻ ഭീഷണിയോടെ പറയേ. ജയപാലൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഞാനിങ്ങനെ പറയണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭീഷണി എനിക്കുണ്ടെന്ന് താനൊന്ന് മനസ്സിലാക്കിക്കോ എന്ന് ശിവരാജൻ പറയേ. അതെന്തോന്നാ? അതാരടാ ഈ ജയപാലിനേക്കാളും വലിയൊരു കേടി എവിടെ എന്ന് ജയപാലൻ ചോദിക്കേ. ഇത് ഐറ്റം വേറെയാ നരേൻ. ശരിക്കും അവൻ ആരാണെന്നറിയോ? സ്നേഹിച്ച ദേവൻ, വെറുത്ത അസുരൻ, കൂട് തുറന്നു വിട്ട നരിയെ പോലെ പാഞ്ഞു കയറി എങ്ങും വരും എന്ന് ശിവരാജൻ നരേനെ കുറിച്ച് പറയുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാവേരിയും നിവിനും ശിവരാജന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതും ഗംഗയും വിനീതും സുജാതയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.